അയ്യോ, സമയം ഒരുപാടായോ? ഇങ്ങനെ ഇന്നലെ ഇവിടെയാണോ കിടന്നേ? ഇന്നലത്തെ പോക്ക് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങോട്ട് പിന്നെ വരില്ലായിരിക്കും, വേറെ എവിടെയെങ്കിലും പോയി കിടക്കുമായിരിക്കും. ഇതിപ്പോൾ റൂമിലേക്ക് തിരിച്ചു വന്ന് കൗച്ചിലാണ് പോയി കിടന്ന്. കൗച്ചിൽ കിടന്നിട്ട് ഇന്നലെ മര്യാദക്ക് ഉറങ്ങാൻ പറ്റുമെന്നാവോ? അല്ല, ഞാനെന്തിനിപ്പോൾ അയാളെ പറ്റി കുറച്ച് ടെൻഷൻ അടിക്കുന്നത്? എന്തെങ്കിലും ആവട്ടെ. കിടക്കുന്ന കിടപ്പുണ്ടോ? കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എന്ത് പഞ്ച് പാവം. എഴുന്നേറ്റ് കഴിഞ്ഞാലോ തനി കോലമാടനും. തന്നെ ഞാൻ കാണിച്ചു തരാടോ. തന്നെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തായാലും കിടന്നുറങ്ങുന്ന കാണാനൊക്കെ നല്ല ഭംഗിയാ. അയ്യോ, ഞാൻ പോയി വേഗം ഫ്രഷ് ആവാൻ നോക്കട്ടെ. അല്ലെങ്കിൽ കാലമാടൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ ഇനി തുടങ്ങിക്കോളും. അതുകൊണ്ട് എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ പോയി ഫ്രഷ് ആവുന്നതാണ് നല്ലത്. അയ്യോ അയ്യോ, എൻ്റെ നടുവ്. കിടക്കണ കിടപ്പ് കണ്ടില്ലേ? ഇന്നലെ മനുഷ്യനെ ചവിട്ടി താടിയിട്ടിട്ട് അവൻ കിടന്ന് സുഖിക്കുക കാട്ടുമാക്കാൻ. നിന്റെ ഉറക്കം ഞാനിന്ന് ശരിയാക്കി തരാടാ. ഡാ തരൂ, എഴുന്നേറ്റേ. ഡാ തരൂ. അവൻ്റെ ഒരു 5 മിനിറ്റ് നിന്നെ ഉണ്ടല്ലോ. അയ്യോ അമ്മേ, ഭൂമി ഉൽക്കാം. അയ്യോ ഓടിവായോ, രക്ഷിക്കണേ. ഇടക്കിടന്ന് അലറാതെ. ഞാനാ? നീയോ? നീ എന്തിനാണ് എന്റെ നടു വീണിട്ട് ചവിട്ടിയേ? അപ്പൊ നീ എന്നെ ഇന്നലെ ചവിട്ടി താഴിട്ടോ? ഞാനോ? ഇന്നലെയോ? അതെ, ഇന്നലെ തന്നെ. മോനെന്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ ബെഡ് ഫുട്ബോൾ ഗ്രൗണ്ട് ആണെന്നാണോ വിചാരിച്ചേക്കുന്നേ? ഉറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ഒരു ബോധവുമില്ല. കൈ ഇങ്ങേ അറ്റത്ത്, കാല് 2 മൈലക്കരെ അങ്ങേ അറ്റത്താ. ആ സാഹസത്തിന്റെ ഇടയിലാണെങ്കിൽ നീ എന്നെ ചവിട്ടി താഴിടുകയും ചെയ്തു. എൻ്റെ നടുവും പോയി. അയ്യോ, ഇതൊക്കെ എപ്പോ? മോനും ഓർമ്മയുണ്ടാവില്ല, അല്ലെങ്കിൽ നിനക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല, എനിക്കറിയാതെ. ദേ മര്യാദക്ക് എഴുന്നേറ്റ് വന്നോ, ബാ പല്ലേക്കാം നമുക്ക്. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ബാക്കി ഞാൻ അങ്ങോട്ട് തരും. എൻ്റെ കർത്താവ്, എൻ്റെ ഒരു വിധി. അങ്ങനെ തന്നെയാണെന്ന് കൂട്ടിക്കോ. ദേ മര്യാദക്ക് എഴുന്നേറ്റ് വരണം ഞാൻ പറഞ്ഞു. പല്ലേക്കാന്ന് ഒരു തവണ ഞാൻ പറഞ്ഞു. വരുന്നടി, രാവിലെ തന്നെ നീ ഇങ്ങനെ ഭദ്രകാളി ആവാതെ. ഞാൻ എന്താ വരുവാ. ഇനി എന്നാ മുമ്പ് ആ ഫോണും തോണ്ടി അവിടെ ഇരിക്കട്ടോ, ഞാനെന്നാ ഫ്രഷ് ആയിട്ട് വരാം. അല്ലടി ചിന്നു, എന്തായാലും നമ്മൾ പല്ലേക്കുന്നത് ഒരുമിച്ചല്ലേ പല്ലേച്ചത്. എന്നാ പിന്നെ കുളിയും കൂടെ ഒരുമിച്ചാക്കാന്നേ. അയ്യോ, അതൊക്കെ മോൻ്റെ ബുദ്ധിമുട്ടാവില്ലേ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല, മറിച്ച് സന്തോഷമേ ഉള്ളൂ. എന്നാലേ എനിക്കതിൽ ഒരു സന്തോഷമില്ല. മര്യാദക്ക് പുറത്തേക്ക് നോക്കോ. ഇതൊക്കെ ഒരു സ്നേഹമില്ലല്ലോ എൻ്റെ ഈശോയെ, സമ്മതിക്കൂല. ഇതാരിത്? അമ്മൂമ്മയുടെ പൊന്ന് എണീറ്റോ? അറിയില്ലല്ലോ മോനെ, ചിലപ്പോൾ അവർ എഴുന്നേറ്റ് കാണത്തില്ലായിരിക്കും. അതുകൊണ്ടല്ലേ ഇത്ര നേരം താഴേക്ക് വരാഞ്ഞ്. കുഞ്ഞൂസിന് അമ്മൂമ്മയെ പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് സുന്ദരി കുട്ടാക്കി തരാം. എന്നിട്ട് നമുക്ക് മമ്മീനും പപ്പനും നോക്കാൻ പോവാട്ടോ. എടുത്താരു കുളിച്ചോട്ടോ, വേഗം കുളിച്ചിട്ട് താഴേക്ക് വരണേ. ഞാനെന്നാ റെഡിയായിട്ട് താഴേക്ക് പോവാണ്. ഇത്ര പെട്ടെന്ന് അതിൻ്റെ കുളി കഴിഞ്ഞോ? എന്തുവാടി ചിന്നു ഇത്? നീ ശരിക്കും സോപ്പൊക്കെ തേച്ച് മര്യാദക്ക് കുളിച്ചോ? അല്ലെങ്കിൽ ചുമ്മാ വെള്ളം നനച്ചിട്ടിങ്ങ് ഇറങ്ങി പോന്നു? നീ പോടാതെ, ഞാൻ മര്യാദക്ക് തന്നെ കുളിച്ചിട്ട് വന്ന്. നിന്നെക്കാളും വൃത്തിയുണ്ടോട്ടോ എനിക്ക്. പറച്ചില് മാത്രം. എടാ നിന്നെ ഇട്ടല്ലോ ഞാൻ. അയ്യോ, ഞാൻ പോയി കുളിക്കട്ടെ. നീ അവിടെ തന്നെ അടിയിരിക്കാനൊന്നും പോകുന്നില്ലല്ലോ. നീ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരില്ലേ? അപ്പം തരാട്ടോ ഞാൻ. ആയിക്കോട്ടെ. കുഞ്ഞൂസേ, അമ്മൂമ്മയുടെ മുത്തല്ലേ നീ? അമ്മൂമ്മ പറയണ കേക്കടാ. സാറമ്മോ, ചായ.
ഓ ഈ മനുഷ്യനെ കൊണ്ട് എൻ്റെ ഇച്ഛായ കൊണ്ട് വരാം. നിങ്ങളൊന്ന് വിളിച്ച് കൂവാണ്ടിരിക്കി. എന്താണ് ഇവിടെ അമ്മൂമ്മയും കൊച്ചോളും കൂടി? ആ ചിന്നു നീ വന്നോ? മോളെ മിന്നും കിച്ചു എണീറ്റായിരുന്നോ? അറിയില്ലല്ലോ മമ്മി, ഞാനും കൂടി പോയില്ല. ദേ ഇവളാണെങ്കിൽ ഒരേ വാശി ചെയ്യുന്ന അവരുടെ അടുത്തേക്ക് പോകണമെന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാ ഞാൻ കുളിപ്പിച്ചൊക്കെ തരാമെന്ന്. പക്ഷെ ഇവക്ക് മിന്നു തന്നെ കുളിപ്പിക്കണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുക. മോളെന്നൊരു കാര്യം ചെയ്യോ, ഞാൻ ദേ ഇവിടെ ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു കപ്പ് ചായ എടുത്ത് പപ്പയ്ക്കൊന്ന് കൊണ്ടേ കൊടുത്തേക്കോ. ഒരു കപ്പ് മോളും എടുത്ത് കുടിക്കട്ടോ. പിന്നെ അത് ആ തരുവിനും ഒരു കപ്പ് എടുത്ത് കൊടുക്കേ. ഞാനൊന്ന് ഇവളെയും കൊണ്ട് പോയിട്ട് അവരൊന്ന് നോക്കിയിട്ടും വരാവേ. ആ ശരി മമ്മി. കുഞ്ഞുസേ ബാ, നമുക്ക് പപ്പയും മമ്മ എഴുന്നേറ്റ് പോയി നോക്കിയിട്ട് വരാം. ബാ. ഇത്ര നേരം എടുത്തോ? ഇവിടെ പോയി എവിടെയൊന്നും കാണുന്നില്ലല്ലോ. ആ ചിലപ്പോൾ ബാത്റൂമിലായിരിക്കും, കുളിക്കുമായിരിക്കും. ഇതെന്താണ് വെച്ചിരിക്കുക? ഞാൻ എന്തൊക്കെ ആലോചിച്ചോട്ടെ, മോശമായിപ്പോയി. എൻ്റെ ഈശോയെ, ഇവിടെ മിക്കവാറും എൻ്റെ കൺട്രോൾ കളയുന്ന തോന്നുന്നു. അയ്യോ കിച്ചു, നീ ഇപ്പം എന്താ ചിന്തിച്ച? നീ ഇപ്പം എന്താ നോക്കുന്നേ? എന്തിനാ ഇപ്പം അങ്ങോട്ട് നോക്കണേ? നീ ഒന്നും ശരിയല്ല കിച്ചു. വാട്ട് ആർ യു ഈവൻ തിങ്കിങ്? അല്ല, ഞാനിപ്പോൾ നോക്കിയെന്ന് വെച്ചാൽ ഇപ്പം എന്താ കുഴപ്പം? ഒന്നുമില്ല, അവളിപ്പോൾ എൻ്റെ വൈഫല്ലേ. എൻ്റെ വൈഫിനെ നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഞാനിപ്പോൾ അവളുടെ ഹസ്ബൻഡല്ലേ, അപ്പം പിന്നെ എന്താ പ്രശ്നം? ഏയ് എന്നാലും തൊട്ട് ശരിയല്ലല്ലോ. ശരി, മോശം മോശം മോശം. അയ്യേ, കൺട്രോൾ യുവർ സെൽഫ് കിച്ചു, കൺട്രോൾ. പക്ഷെ ഇവളിങ്ങനെ എൻ്റെ മുമ്പിൽ വന്നു നിന്നതിന് ഞാൻ എന്താ ചെയ്യാ? എൻ്റെ കർത്താവെ, നീ ഇങ്ങനെ പരീക്ഷിക്കല്ലേ. ഏയ് നോ 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 നോ, ഇത് അവളുടെ മുമ്പിലുള്ള എൻ്റെ അഭിമാന പ്രശ്നം. നോക്കിച്ചു, നോ, നടക്കുമെന്ന് തോന്നുന്നില്ല. പുല്ല് ഇറങ്ങി പോയാലോ റൂമിൽ നിന്ന്? ഇതിനിങ്ങനെ വിട്ട് പറ്റില്ല. ഡി പേടിച്ചു പോയല്ലോ കിച്ചുവേട്ടാ. എന്താ നീ എന്താ ഈ വേഷത്തില്? ഈ വേഷത്തിന് എന്താ ഇപ്പൊ കുഴപ്പം? ഇത് സാരിയല്ലേ? ആ അതന്നെ ചോദിച്ചാൽ. നിനക്ക് ഓഫീസിൽ പോകാനല്ലേ, വേറെ കൊല്ലല്ലോ. സാധാരണ നീ ഓഫീസിൽ പോകുമ്പോൾ സാരി ഒന്നും എടുക്കാറില്ലല്ലോ. അപ്പോൾ നിനക്ക് സാധാരണ എടുത്ത വേഷം തന്നെ ഇട്ടാൽ എന്താ? എന്തിനാ ഇപ്പം സാരി കൊടുത്തേക്കുന്നത്? ഇതെന്തൊരു കഷ്ട. എനിക്ക് സാരി എടുക്കാൻ തോന്നി, ഞാൻ സാരി എടുത്തു, അത്ര തന്നെ.
ആ അത് വേണ്ടെന്നാ പറഞ്ഞ ഞാൻ. അതെന്താ? അതെന്റെ ഇഷ്ടല്ലേ. ഇല്ല അത് വേണ്ട, അത് ശരിയാവില്ല. ഇയാൾക്ക് എന്താ? താനൊന്ന് പോടോ. താനല്ലേ ഇന്നലെ വലിയ വീരവാദമൊക്കെ മുഴക്കിയത്. ഇയാളുടെ കാര്യം ഇയാൾ നോക്കും, എൻ്റെ കാര്യം ഞാൻ നോക്കിയാൽ മതി എന്നൊക്കെ. അപ്പം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ഇടും. ഇയാൾ എന്നെ ഭരിക്കാനോ അതിൽ അഭിപ്രായം പറയാനോ വരണ്ട. ഞാൻ പറയാനുള്ള പറഞ്ഞു. അവസാനം എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ എന്നെ പറയരുത്. തനിക്കെന്താണോ വട്ടാണോ പരസ്പര ബന്ധമില്ലാത്ത ഓരോ കാര്യം പറയാനായിട്ട്? തന്നു പോടോ. പോയി എന്നിട്ട് കുളിക്കാൻ നോക്ക്. ഇങ്ങനെ എൻ്റെ മൂവി ഒന്നും ഞാൻ എങ്ങനെ കുളിക്കാൻ പോവാനോ? എന്താന്ന് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ഉറക്കെ പറയണം. ഇങ്ങനെ പെറുതാ ഒന്നും മനസ്സിലാവില്ല. ഓ ഒന്നുമില്ല, നീ റെഡിയാവാൻ നോക്ക്. എൻ്റെ മമ്മി, ഇത് കണ്ടുകൊണ്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. കിച്ചു, നോ കൺട്രോൾ യോസെൽഫ്, നോ നോക്കരുത്. പറ്റുന്നില്ല നോക്കാതിരിക്കാൻ. ഇയാളിതെങ്ങോട്ട് നോക്കുന്നേ? അയ്യേ കാമപ്രാന്തൻ, എന്താണോ നോക്കുന്നേ? നീ എന്തിനാണ് എന്നെ നോക്കി പഠിപ്പിക്കുന്നത്? നിന്റെ രണ്ട് ഉണ്ടക്കൊണ്ട് കുത്തിപ്പൊട്ടിക്കും ഞാൻ. ആടാ, കുത്തിപ്പൊട്ടിക്കാൻ ഇങ്ങോട്ട് വാ. എൻ്റെ വേപ്പ് മാങ്ങ പറിക്കാൻ പോവല്ലേ? താൻ എന്തിനാണ് ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേ? വായി നോക്കി നിന്റെ മറ്റവനാടി. ഞാനൊന്നും നോക്കുന്നില്ല. പിന്നെ നോക്കാൻ പറ്റിയൊരു മുതല് തീപ്പട്ടിക്കൊള്ളി മാതിരി ഇരിക്കുന്നേ. എല്ലാത്തും ഞാൻ എന്ത് നോക്കാനാടി? ദേ കള്ളം പറഞ്ഞാലുണ്ടല്ലോ. നീ എന്നെ എന്ത് ചെയ്യോടി തീപ്പട്ടിക്കൊള്ളി? എടോ താൻ മിന്നു, കിച്ചു, നിങ്ങൾ എഴുന്നേറ്റില്ലേ? ഒന്ന് ഡോറ് തുറന്നേ. മിന്നു, മിന്നു. ആ മമ്മിത വരുന്നു. ആഹാ, മമ്മിയുടെ ടക്കുടുമ്പത്ത് എണീറ്റായിരുന്നോ? കുളിച്ചില്ലേ നീ? ഓ എൻ്റെ മോളൊന്നും പറയണ്ട. ഇപ്പം എന്നിട്ട് വന്നോളൂ ഇവള്. ഞാൻ പറഞ്ഞതാ ഞാൻ പല്ലേപ്പിച്ച് കുളിപ്പിച്ചൊക്കെ തരാമെന്ന്. അപ്പോൾ അവൾക്ക് ഒരേ വാശി, നിന്നെ കാണണമെന്നും കിച്ചുവിനെ കാണണമെന്നും. നീ കുളിപ്പിച്ചൊക്കെ കൊടുത്താൽ മതിയെന്ന്. ആണോ? എന്നാ മമ്മി റെഡിയാക്കി തരാമല്ലോ മമ്മിയുടെ മുത്തിനെ. ബേക്കറി പോണ്ടേന്ന്. അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. പോണം എന്തായാലും പോണം. നല്ല ഉച്ചല്ലേ, മമ്മി പറയണ കേക്കട്ടോ. അവൻ എന്തേ മോളെ എഴുന്നേറ്റില്ലേ? ആ അതെ, ഇവിടെ ഉണ്ട് മമ്മി. പപ്പയോ? മോളെന്തിനാ എന്നെ അങ്ങനെ വിളിക്കുന്നേ? പപ്പാന്നൊന്നും വിളിക്കണ്ട, മോളെന്നെ കിച്ചോങ്കിൽ തന്നെ വിളിച്ചാൽ മതി കേട്ടോ. മോളെ അത് വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞേ? ഡാ എന്താടാ അവള് നിന്നെ പപ്പാന്ന് വിളിച്ചാൽ കുഴപ്പം? നീ ഇന്നലെ മിന്നുനെ കെട്ടിയില്ലേ? അപ്പൊ തൊട്ട് ഇവള് നിന്റെയും കൂടി മോളാ. അപ്പോൾ കൊച്ച് നിന്നെ പപ്പാന്ന് തന്നെ വിളിക്കും. ഏയ് മമ്മി, അതൊന്നും ശരിയാവില്ല. എനിക്കിഷ്ടമൊന്നുമല്ല വെല്ലോൻ്റെ കൊച്ചിനെ പപ്പാന്ന് വിളിക്കുന്നത്. ദേ കിച്ചു, വെറുതെ കൊച്ചിന്റെ മുന്നിൽ വെച്ച് അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പോത്തുപോലെ വളർന്നൊന്നും ഞാൻ നോക്കില്ല. ഒരെണ്ണം വെച്ച് തടിഞ്ഞാൻ. മമ്മി, ഒരു മമ്മിയില്ല കുമ്മിയില്ല, മിണ്ടാതെ അവിടെ ഇരുന്നോ. അവൾ ഇനി തൊട്ട് നിന്നെ പപ്പാന്ന് തന്നെ ആയിരിക്കും വിളിക്കുന്നത്. കേട്ടല്ലോ പറഞ്ഞേ? ഓ ഈ മമ്മീനെ കൊണ്ട് എന്താണ് നിനക്ക് പ്രശ്നം? ഓ ഒന്നുമില്ല, ഞാൻ കുളിക്കാൻ പോവാ. മോളതൊന്നും കാര്യമൊക്കെ കേട്ടോ. കുഞ്ഞുസിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി കേട്ടോ. അല്ല മമ്മി, കിച്ചു ഏട്ടന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്ത് ഇഷ്ടക്കേട്? അവൻ്റെ ഇഷ്ടക്കേടൊന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല. അവൻ ഇന്നലെ നിന്റെ കാര്യത്തിൽ മിന്നു കെട്ടിയില്ലേ? അപ്പം പിന്നെ ഇനി തൊട്ട് കുഞ്ഞുസിൻ്റെ പപ്പയുടെ സ്ഥാനത്ത് തന്നെയാണ് അവൻ. അതവൻ മനസ്സിലാക്കുന്നത് അവന് വിവരമില്ലാത്തതുകൊണ്ടാണ്. അത് നീ കാര്യമൊക്കെ ഉണ്ടാ. മോളെന്തായാലും പോയി റെഡിയാവാൻ നോക്ക്. എൻ്റെ കുഞ്ഞുസിനെ റെഡിയാക്കട്ടോ. എൻ്റെ വേഗം താഴേക്ക് വാട്ടോ എല്ലാവരും കൂടെ. ഞാൻ അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വെക്കാം. ആ ശരി മമ്മി. ഏയ് അല്ല മോളെ, കുഞ്ഞൂസിനോട് ആർക്കെങ്കിലൊക്കെ അങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കാൻ പറ്റുമോ? അമ്മയുടെ മുത്തല്ലേ ഇത്, അമ്മയുടെ സുന്ദരിയല്ലേ. അപ്പം അത് വേറെന്താ ആലോചിച്ച് പറഞ്ഞതാട്ടോ. മോളത് കാര്യമൊക്കെ ഉണ്ടാട്ടോ. എന്നാ പിന്നെ നമുക്ക് കുളിച്ചാലോ? മമ്മി മോളെ ഗസ്റ്റ് റൂമിൽ കൊണ്ട് റെഡിയാക്കി തരാട്ടോ. അയ്യോ ഇനിയിപ്പോൾ പപ്പ എപ്പോഴാണ് കുളിച്ചിറങ്ങാമെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഗസ്റ്റ് റൂമിൽ പോയി റെഡി ആവാണ്ട് വെറുതെ സമയം കളയണ്ടല്ലോ. പറഞ്ഞാൽ പിന്നെ കേൾക്കത്തില്ലല്ലോ.
അതെങ്ങനെ, പപ്പയുടെ അല്ലേ മോള്, ദേഷ്യം വശക്ക് അതേപോലെ തന്നെ ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ട്. ആ ശരി ശരി, പപ്പ ഇറങ്ങട്ടെ, എന്നിട്ട് കുളിക്കാം നമുക്ക്. ശേ, എന്നാലും മോശമായിപ്പോയി. ഇന്നലെ അവളോട് വലിയ വീരവാദമൊക്കെ മുഴക്കിയിട്ട് ഞാൻ തന്നെ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ശരിയായില്ല, മോശമായിപ്പോയി. എന്നാലും അവളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുമോ, എന്നെപ്പറ്റി എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? അയ്യേ ശേ, അല്ല എന്ത് വിചാരിക്കാൻ, ഒന്നുമില്ലല്ലോ ഞാൻ അവളെ കെട്ടിയോളല്ലേ, അവളെൻ്റെ വൈഫല്ലേ, അപ്പം പിന്നെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. എന്നാലും മോശമായോ അത്? ഇല്ലായിരിക്കും. ആ ഇന്ന് കുന്തെങ്കിലാവട്ടെ, ഇപ്പോൾ കുടിച്ചിറങ്ങാൻ നോക്കാം. മമ്മി ചായ. നിനക്കുള്ള ചായ ഞാൻ നിന്റെ കെട്ടിയോളുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, നിനക്ക് കൊണ്ടൊന്ന് തരാൻ പറഞ്ഞിട്ട്. എന്തേ അവിടെ കൊണ്ടൊന്ന് തന്നില്ല എനിക്ക്? ഞാൻ കൊടുത്താ മമ്മി. അത് അവള് കൊണ്ടുവന്ന് തന്നു, പക്ഷെ എനിക്ക് ഒരു ചായയും കൂടി കിട്ടിയ കൊള്ളായിരുന്നു. നിനക്ക് ഒരു ദിവസം ഒരു ചായ കിട്ടിയ പോരേടാ. അല്ല മമ്മി, ഒന്നും കൂടെ. മിണ്ടി പോരുത്, ഒരാൾക്ക് ഇവിടെ ഒരു ചായയേ ഉള്ളൂ. നിന്റെ അപ്പൻ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ല വീണ്ടും, പിന്നല്ല നിനക്ക്. പോടാർക്ക് അവിടെ നിന്ന് എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു. നീ പൊടിക്കുഞ്ഞ് പോടാ കാട്ടുമാക്ക. എന്താ ഇവിടെ? തരൂ, നീ പപ്പയടുത്തേക്ക് ചെല്ലാൻ നോക്ക്, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുവരാം. ആ ശരി മമ്മി, നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം കേട്ടോ. ഓ ആയിക്കോട്ടെ. ഓ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? യു ബ്ലഡി തന്തപ്പടി. എന്താടാ രാവിലെ തന്നെ അപ്പനെ തെരു പറഞ്ഞോണ്ട് വരണ? മോനെ തരൂ, അത് വേണ്ടട്ടാ. അല്ല അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ഫസ്റ്റ് നൈറ്റ്? വലിയ കാൽക്കുലേഷനൊക്കെ നടത്തി പോയതല്ലേ, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസർ കിട്ടിയോ? കാൽക്കുലേഷന് ആൻസർ പിതാശ്രീ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. എന്താടാ ആൾക്കാ, ഇന്നലെ നിങ്ങളുടെ പറച്ചിലും ഉപദേശമൊക്കെ കേട്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. അവസാനം എന്താ എൻ്റെ ആഗ്രഹമൊക്കെ വെള്ളത്തിലായി പോയില്ലേ? അത് ശരി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നും നടന്നില്ലല്ലേ? എവിടെ നിന്ന് നടക്കാൻ, യോഗമില്ലായിരുന്നു, അത്ര തന്നെ. സാലട മോനെ, നമുക്ക് ഇനിയും അവസരങ്ങൾ വരുമല്ലോ. ഇതുകൊണ്ടൊന്നും നീ തളരരുത്. എങ്ങനെയൊന്നും നീ തളരില്ല എന്നും എനിക്കറിയാം. എൻ്റെ അല്ലേ മോൻ. ആ അതെന്തായാലും ശരിയാ, പപ്പേനെ കണ്ടല്ലേ പഠിക്കുന്നേ, പിന്നെ ഞാൻ എങ്ങനെ റൊമാൻറ്റിക് ആവാതിരിക്കും? ഡാടാ തന്തക്കിട്ട് തന്നെ ഊക്കല്ലേ. അല്ലെങ്കിലും നിന്റെ റൊമാൻസ് ഒക്കെ എന്ത് റൊമാൻസ്? എൻ്റെ കഴിവൊന്നും നിനക്കങ്ങനെ കിട്ടിയിട്ടില്ലടാ. എൻ്റെ കഴിവൊക്കെ കിട്ടിയേക്കുന്ന എൻ്റെ കിച്ചുമോനാ. ഓ അവന് കഴിവ് കിട്ടിയിട്ട് എന്താ കാര്യം, അതൊന്നും പുറത്തെടുക്കത്തില്ലല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ തന്നെ ഭേദം. ആ അത് ശരിയാണ്, ആ ഒരു കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. എൻ്റെ മോൻ എപ്പോഴോ ഒരു പോയിന്റ് എത്തിയപ്പോൾ ആൻറ്റി റൊമാൻറ്റിക് ആയിപ്പോയി. എന്താ പറ്റിയെന്നാവോ? എന്തു പറ്റാൻ, അവനൊരു പൊട്ടനായിപ്പോയി, അത്ര തന്നെ. അല്ലെങ്കിൽ പിന്നെ മിന്നുവിനെ പോലെ ഇങ്ങനെ ഒരു പാർട്ട്ണറിനെ കിട്ടിയിട്ടും അവൻ ഈ ആൻറ്റി റൊമാൻറ്റിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം തന്നെയാണ്. അത് പിന്നെ ഇപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇനി പോയപ്പോഴൊക്കെ ശരിയാവായിരിക്കും. അവന് കൊള്ളാം. എന്താണ് ഇവിടെ പപ്പയും മോനും കൂടി ഒരു ഡിസ്കഷൻ? മിന്നു മോള് വന്നോ? അവൻ എന്തേ മോളെ? റെഡി ആയിക്കൊണ്ടിരിക്കാം പപ്പ, ഇപ്പൊ വരുമായിരിക്കും. അല്ല ഇതാരിത്? തരുപ്പേപ്പിയുടെ മുത്തുമണിയാണോ? സുന്ദരിയായിട്ടുള്ളല്ലോ. ആണോ? പേപ്പിടി ചുന്ദരിക്കുട്ടി പ്ലേ സ്കൂളിൽ പോവാണോ? നല്ല കുട്ടിയായിട്ടൊക്കെ ഇരിക്കണോട്ടോ. അങ്ങനെ തന്നെ ആയാ മതി, അവന്റെ അല്ലേ വിത്ത്. എന്താടോ? ഒന്നുമില്ല പപ്പ. മതി ഡിസ്കഷനൊക്കെ, ഇനി ഫുഡ് കഴിച്ചിട്ടാവാം ഡിസ്കഷൻ. കിച്ചു എന്തേ മോളെ? ഞാൻ വന്നു മമ്മി. വാടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. മക്കളെ, നിങ്ങൾക്ക് ഇന്ന് ഓഫീസിൽ പോകണമെന്ന് നിർബന്ധമാണോ? ഇന്നലെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, കുറച്ച് ദിവസത്തേക്കൊന്ന് ലീവ് എടുത്തൂടെ? അയ്യോ ഇല്ല മമ്മി, എനിക്ക് ലീവ് എടുക്കാൻ ഒരു രക്ഷയില്ല. ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലൈന്റ് മീറ്റിംഗ് ഉണ്ട്, എന്തായാലും പോയേ പറ്റും മമ്മി. അതെ എനിക്ക് വേണ്ട മമ്മി, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ഒക്കെ സൈൻ ചെയ്ത് കൊടുക്കാനുണ്ട്. അത് സൈൻ ചെയ്ത് കൊടുത്താലേ അവർക്ക് ബാക്കി വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്കും എന്തായാലും പോകണം. മമ്മി ഇങ്ങനെ വിഷമിക്കാതെ മമ്മി, ഞങ്ങൾ പോയിട്ട് ഈവനിങ് ആകുമ്പോൾ ഇങ്ങ് എത്തുമല്ലോ.
അതിനാര് പോകുന്നു? ഞാൻ മാത്രമേ പോകുന്നുള്ളൂ, നീ വരുന്നില്ല എൻ്റെ കൂടെ. അതെന്താ അപ്പം ഞാൻ വരണ്ടേ? വേണ്ട, നിന്നോട് ഞാൻ മാനേജിന് മുന്നേ പറഞ്ഞിരുന്നാണല്ലോ ലീവ് എടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് 2 ആഴ്ചത്തേക്ക് മോൻ ഓഫീസിൻ്റെ പരിസരത്തേക്ക് ഞാൻ കണ്ടുപോകരുത്. നീ ചിന്നുവിനെയും കൊണ്ട് എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിന്ന് കറങ്ങാൻ നോക്ക്. അയ്യോ അത് പറ്റില്ല, എനിക്ക് ഓഫീസിൽ പോകണം, ഞാൻ പോവാ. നീ എവിടേക്കും വരുന്നില്ല. നിന്നോടും ഞാൻ ലീവ് എടുക്കുന്ന കാര്യം മുന്നേ പറഞ്ഞിരുന്നാണല്ലോ. നിന്റെ ലീവൊക്കെ ഞാൻ നേരത്തെ ഗ്രാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൾ പറഞ്ഞ പോലെ മോളെയും ഓഫീസിൻ്റെ പരിസരത്തേക്ക് കണ്ടുപോകരുത്. അതെന്തായാലും നന്നായി. അല്ലടാ, എന്നാ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ലീവ് എടുക്കുന്നേ? അല്ല അത് പിന്നെ പപ്പ. മോളെ ഒന്നും പറയണ്ട, നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴല്ലേ CEO ഒക്കെ ആയത്. അതിനു മുന്നേ ഞങ്ങളുടെ കമ്പനി ഞാനും സാറമ്മയും നിങ്ങളുടെ കമ്പനി മാത്യൂസും അന്നമ്മയും കൂടിയല്ലേ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ പപ്പന്മാരും അമ്മമാരും തന്നെ കമ്പനി മാനേജ് ചെയ്തോളാം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ അറിയിച്ചോളാം. അപ്പം മാത്രം നിങ്ങൾ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തന്നാൽ മതി. അതുവരെ നിങ്ങളും അവരെ പോലെ പുറത്തൊക്കെ പോയിട്ടൊന്ന് എൻജോയ് ചെയ്യുന്നേ. അതെ, അത്രേ ഉള്ളൂ. ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഞാൻ ക്ഷമിച്ചു. പക്ഷേ നാളെ തൊട്ട് ഓഫീസ് എന്നുള്ള വാക്ക് രണ്ടിൻ്റെ വായിന്ന് കേട്ടു പോകരുത്. ഞാൻ കേട്ടല്ലോ പറഞ്ഞേ? ആ കേട്ടു പപ്പ. എടാ കിച്ചു, നിന്നോടും കൂടെ പറഞ്ഞേ. ഞാനും കേട്ടു അപ്പം. അയ്യോടീ, ചെറിയ ആഗ്രഹം നല്ലല്ലോ മോക്ക്. നീയേ കുഞ്ഞു കുട്ടിയാ, അവര് വലിയ ആൾക്കാരല്ലേ. അപ്പം നീ മര്യാദക്ക് സ്കൂളിൽ പൊക്കോളാം, പഠിച്ച് വലിയ ആളാവണ്ടേ നമുക്ക്. മിണ്ടണ്ട, സാരില്ല. ഈ ഒരു കാര്യത്തിൽ നീ മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോടി കാന്താരി. എടാ തരൂ, ആ ചോക്ലേറ്റ് മുഴുവൻ തിന്ന് തീർക്കാതെ എനിക്കും താടാ. പിന്നെ ഒന്ന് പോടി, ഞാൻ ചിപ്സ് വെച്ചിട്ട് നീ എനിക്ക് തന്നില്ലല്ലോ, അപ്പം ഞാൻ ഇതും തരത്തില്ല. ഓ കഷ്ടം തന്നെ. രണ്ടിൻ്റെയും കെട്ട് കഴിഞ്ഞ് കൊച്ചുണ്ടാവാനുള്ള പ്രായമായി, എന്നിട്ടും നിങ്ങളുടെ കുട്ടികൾ ഇതുവരെ തീർന്നിട്ടില്ലല്ലോ. ആ കുഞ്ഞൂസ് നിങ്ങളേലും ഭേദം. അത് പിന്നെ ഞാനല്ല, മമ്മി ഇവളല്ലേ. നീ ഇവിടെ കാട്ടുമാക്ക, നീ അല്ലേടാ. അതൊന്ന് നിർത്തുന്നുണ്ടോ? രണ്ടും വന്നിരുന്ന് അങ്ങോട്ട് തിന്ന് സൂചിച്ചോണ്ടിരിക്കുക. എന്നാൽ ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. എന്നൊന്നും ഒന്ന് സഹായിക്കാൻ തോന്നില്ല രണ്ടിനും, അല്ലേ? മര്യാദക്ക് അവിടെ മിണ്ടാതെ രണ്ടിരുന്നു. അല്ലെങ്കിൽ ഇതേ ചപ്പാത്തിക്കോല എൻ്റെ കയ്യിലിരിക്കുന്ന, ഇത് വെച്ച് തരിഞ്ഞ രണ്ടിനും. അല്ല മമ്മി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താടി പെണ്ണെ? അല്ല, കിച്ചുവിടെ വന്ന് സംസാരിച്ചപ്പോഴേക്കും മമ്മി എന്തിനാ സമ്മതിച്ചേ മിന്നുനെ കെട്ടിച്ചു കൊടുക്കാമെന്ന്? മമ്മി തന്നെയല്ലേ സ്ട്രോങ് ആയിട്ട് പറഞ്ഞേ എന്തൊക്കെ വന്നാലും ഇനി കിച്ചുവേട്ടനെ മിന്നുനെ കെട്ടിച്ചു കൊടുക്കത്തില്ല എന്ന്. പിന്നെ എന്ത് പറ്റി? ഓ അതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. ഈ മാരേജ് വരെ ഞങ്ങളുടെ ഒരു പ്ലാനായിരുന്നു, അറിയോ? പ്ലാനോ? പ്ലാനോ? അതെന്ത് പ്ലാനാ മമ്മി? ആരൊക്കെ കൂടി പ്ലാൻ ചെയ്ത്? പ്ലാനിങ് എൻ്റെയും അന്നമ്മയുടെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി പയ്യെ പപ്പന്മാരെയും കൂടി പറഞ്ഞ് കൺവിൻസ് ആക്കി. അതെന്തിനായിരുന്നു പ്ലാനിങ്? ഒക്കെ നിങ്ങളുടെ നാണത്തിന് കെട്ടുകിടത്താൻ തന്നെ. അല്ലാതെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്നവരുടെ കെട്ട് നടത്താനാ? അതൊന്നും നടപടിയാവുന്ന കേസല്ലാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് പിന്നെ ഞാനും അന്നമ്മയും കൂടി ഇങ്ങനെ പ്ലാൻ ഇട്ടെ. അല്ല, ഞങ്ങളിതിൻ്റെ പുറകെയാണെന്നുള്ള കാര്യം നീ അധികം ആലോചിക്കൊന്നും വേണ്ട. ആരും വന്ന് പറഞ്ഞതൊന്നുമല്ല. നിങ്ങളെ രണ്ടിനെയും ഞങ്ങൾ രണ്ടുപേരല്ലേ പ്രസവിച്ച് ഇത്രയും വളർത്തിയെടുത്തത്. അപ്പം പിന്നെ നിങ്ങളുടെ ഒരു ചെറിയ അനക്കം പോലും എന്തിനാന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ കുറച്ച് നാൾ നിങ്ങൾ ഒബ്സർവ് ചെയ്തപ്പോൾ കാര്യം പിരിയിട്ടി. അല്ല, അപ്പോൾ മമ്മിമാർ ശരിക്കും എൻ്റെയും മിന്നുൻ്റെയും കിച്ചൂട്ടിൻ്റെയും ഇവളുടെയും കല്യാണം നടത്താൻ ഉദ്ദേശിച്ചിരുന്നില്ലേ? ഒരിക്കലില്ല മോനെ. അവൻ ഇപ്പോഴും മിന്നുവിനെ ഇഷ്ടമാണെന്നും അവൻ അവളെ വേറെ ആർക്കും വിട്ടുകൊടുക്കത്തില്ലെന്നും അവനായിട്ട് തന്നെ എൻ്റെ അടുത്ത് വന്ന് മിന്നുവിനെ കെട്ടിക്കൊള്ളാമെന്ന് പറയുമെന്നും എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അന്ന് അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും നിങ്ങളുടെ കല്യാണക്കാരെ ഞാൻ എടുത്തിട്ടത്. മാരേജിൻ്റെ കാര്യം പറയുമ്പോൾ എന്തായാലും അവർ രണ്ടുപേരും സമ്മതിക്കാൻ പോകുന്നില്ല എന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. അത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നതാണ്. അവിടെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നിങ്ങളുടെ 4 പേരുടെയും കെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നടത്താമെന്ന് പറഞ്ഞത്. അത് ശരി. അപ്പം മമ്മിമാർക്ക് അത്ര ഉറപ്പായിരുന്നു കിച്ചുവേട്ടൻ വന്ന് പറയുമെന്ന്? ഞങ്ങൾക്ക് 101% ഉറപ്പായിരുന്നു. നിങ്ങളീ തിരക്കിലൊക്കെ ആയിപ്പോയപ്പോഴത്തേക്കും ശ്രദ്ധിക്കാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. നിങ്ങളുടെ വെഡ്ഡിങ് കാർഡ്. ഞങ്ങൾ വെഡ്ഡിങ് കാർഡിൽ നിൻ്റെയും ചിന്നുവിൻ്റെയും കിച്ചുവിൻ്റെയും മിന്നുവിൻ്റെയും കല്യാണം തന്നെയാണ് മെൻഷൻ ചെയ്തിരുന്നത്. പിന്നെ കല്യാണം നടക്കുന്നുള്ള ടെൻഷനിലായതുകൊണ്ട് ആർക്കും വെഡ്ഡിങ് കാർഡ് കാണണ്ടായിരുന്നല്ലോ. ഞങ്ങളൊന്ന് നോക്കാൻ പറഞ്ഞിട്ട് കൂടി നിങ്ങൾ നോക്കിയില്ലായിരുന്നല്ലോ.
ആ കാര്യത്തിൽ നീയും ഇവളും കിച്ചും മിന്നൊക്കെ കണക്ക് തന്നെയാണ്. പിന്നെ ഇൻ കേസ് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ തന്നെ തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ 4 പേരുടെയും പേര് മാറ്റി അടിച്ച വെഡിങ് കാർഡും ഒരു സേഫ്റ്റിക്ക് വേണ്ടി കരുതിയിരുന്നു. അത് ശരി, അപ്പോൾ ഫുൾ വെൽ പ്ലാൻഡ് ആയിരുന്നല്ലേ? പിന്നെ മക്കളെന്ന് വിചാരിച്ച് നിങ്ങളുടെ ചുറ്റിക്കളിയൊന്നും ഞങ്ങൾ അറിയില്ലെന്നോ? നിങ്ങളുടെ ലണ്ടനിലെ ചുറ്റിക്കളിയും എല്ലാം ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഒരുമിച്ചല്ലേ താമസിച്ചിരുന്ന വെച്ചാൽ നിന്റെ റൂംമേറ്റുകളും ഇവളുടെ റൂംമേറ്റ് നീയായിരുന്നില്ലേ? ഇതെല്ലാം ഞങ്ങൾക്കറിയാം. പിന്നെ പപ്പമാരോട് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടില്ലെന്ന് മാത്രം. അല്ല, ഇതൊക്കെ മമ്മിമാരെങ്ങനെ ഞങ്ങളെങ്ങനെ അറിഞ്ഞെന്നായിരിക്കും. അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. പിന്നെ ഏത് വഴി അറിഞ്ഞു എന്നുള്ളതിന് ഇവിടെ പ്രസക്തിയില്ല. പിന്നെ ചിന്നൂസേ, നിന്നോട് ഈ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് നിന്നെ കാണാനിരിക്കും എന്നമ്മ. മാരേജ് ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് വെച്ച് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അവള്. അയ്യോ സാർ മമ്മി, പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്കും മമ്മി. നടക്കില്ല മോളെ. അവളുടെ നിന്ന് കിട്ടാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മോൾ ഒപ്പിട്ട് വാങ്ങിച്ചോ. ഈ ഒരു കാര്യത്തിൽ ഞാൻ അവളുടെ കൂടെ. മമ്മി എടത്താലും ഒന്ന് പറയടാ. മമ്മി അവള്. നീ മിണ്ടരുത്, നിനക്കുള്ളത് ഞാൻ പിന്നെ തരാട്ടാ. സബാഷ്. അപ്പൊ ആ കാര്യത്തിൽ തീരുമാനമില്ലേ? ആഹാ, അമ്മൂമ്മയുടെ കുഞ്ഞുമണി വന്നോ? മോളെ വിളിക്കാൻ വന്നിട്ട് അപ്പൂപ്പൻ എന്തേ? ഓ, ഞാനിവിടെ ഉണ്ടടി. അല്ല, എന്താ മമ്മി മക്കളും തമ്മിലുള്ള ഡിസ്കഷൻ? ഒന്നുമില്ല ചായ, ഞങ്ങൾ ഈ മാരേജിന്റെ കാര്യമൊക്കെ അങ്ങ് പറഞ്ഞിരിക്കുവായിരുന്നു. അല്ലടാ പിള്ളേരെ? ആ അതെ അതെ. ചിന്നുമോളെ, നീ ഒന്ന് കുഞ്ഞുസിനെ കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കോ. ഞാനേ ചായ ഒന്ന് വെക്കട്ടെ. ഇപ്പൊ തന്നെ മിന്നും കിച്ചും വരുമല്ലോ. ആ ശരി മമ്മി. മേമയുടെ മുത്തേ, നമുക്ക് പോയി കുളിക്കാം. ശരി മമ്മ. ആ പപ്പ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ആ മോളെ, ടയർഡായോ നീ? ആ പപ്പ ഇത്തിരി. ഓ, നമുക്കും ഉണ്ട് ടയർഡ്നെസ് ഒക്കെ. നമ്മളോട് ആരും ചോദിക്കാറൊന്നുമില്ലേ? നീ ടയർഡാണെങ്കിലേ കണക്കായിപ്പോയി. അല്ല പിന്നെ. അല്ലട മക്കളെ, നിങ്ങൾ എന്തിനാ 2 വണ്ടിക്ക് പോയേ? ഇടകിച്ചു നിനക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വൈകിട്ട് വരുമ്പോൾ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നാൽ പോരായിരുന്നോ? അത് പിന്നെ പപ്പ ഞാനാ പറഞ്ഞത് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ തനിയെ പൊക്കോളാം എന്ന്. കിച്ചുവേട്ടൻ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ഓഫീസിലെത്തുമ്പോഴത്തേക്കും വീണ്ടും ലേറ്റ് ആവില്ലേ? കിച്ചുവേട്ടൻ മീറ്റിംഗ് ഉണ്ടായിരുന്നാണല്ലോ മോർണിംഗിൽ. അതുകൊണ്ട് ഞാൻ തന്നെയാണ് പറഞ്ഞത് ഞാൻ ഒറ്റക്ക് പൊക്കോളാന്ന്. ഓ ആണല്ലേ. അല്ല, നിങ്ങൾ ഓഫീസിലെ സ്റ്റാഫിനോടൊക്കെ പറഞ്ഞായിരുന്നോ നാളെ തൊട്ട് ഞങ്ങളായിരിക്കും ഓഫീസിൽ വരുന്നത്, നിങ്ങൾ ലീവാന്ന്? ആ പപ്പ പറഞ്ഞിട്ടുണ്ട്. കിച്ചു നീയോ? ആ, ഞാനും ജാക്സനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പ. അവൻ ബാക്കിയുള്ളവരോട് പറഞ്ഞോളാന്ന് പറഞ്ഞു. ആ ഓക്കെ. പിന്നെ മോളെ, ഞാൻ മാത്യൂസിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ. ആ പപ്പ എന്നെ ഉച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞു കോശിപ്പ പറഞ്ഞെന്നൊക്കെ. ആണല്ലേ. ആ ശരിയെന്നാ, നിങ്ങളെന്നാ പോയിട്ട് ഫ്രഷ് ആയിട്ട് വായോ. ടയേർഡായിരിക്കില്ലേ രണ്ടുപേരും? ശരി പപ്പ. ആ വന്നോ രണ്ടാളും? പോയി കുളിച്ചിട്ട് വായോ, ഞാൻ ചായ എടുക്കാം. ഓ, ഞാൻ പോകും എൻ്റെ സാറക്കുട്ടി. ഡാഡാ മതി എന്നെ സോപ്പിട്ടത്. പോവാൻ നോക്ക് നീ. ശരി, ഞാൻ എന്നാ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാട്ടോ. ആ മമ്മി, പിന്നെ കുഞ്ഞു വന്നായിരുന്നോ? ആ കുഞ്ഞിനെ പപ്പ പോയി പിക്ക് ചെയ്തായിരുന്നു മോളെ. ദാ ചിന്നോളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. മേലി കാണും മോളും മേമയും പേപ്പയും. ആണല്ലേ, ശരി എന്നാ മമ്മി, ഞാൻ എന്നാ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. ആ ശരി മോളെ. സോറി. നീ എന്തടിച്ചപ്പെട്ടിക്കൊള്ളി എൻ്റെ റൂമിൽ? മറ്റൊരാളുടെ മുറിയിലേക്ക് കയറി വരുമ്പോൾ മിനിമം നോക്കി ചെയ്തിട്ട് കയറി വരാനുള്ള മനസ്സെങ്കിലും നിനക്ക് കാണിച്ചൂടെ? ഇറങ്ങിപ്പോടി എൻ്റെ മുറിയിൽ നിന്ന്. അയ്യോ, ആരെ ഈ പറയുന്നേ? ഇയാളപ്പോൾ പലതവണ എൻ്റെ റൂമിൽ നോക്കിയത് കയറി വന്നിട്ടുണ്ടല്ലോ. അപ്പം ഈ പറഞ്ഞ മനസ്സൊക്കെ എവിടെ പോയി? പിന്നെ ഞാൻ കാണാത്തൊന്നല്ലല്ലോ തനിക്കുള്ളത്. എന്താന്ന്? ഒന്നുമില്ല. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് തൻ്റെ റൂമായിരുന്നു, അത് പക്ഷെ മിനിയാന്ന് വരെ. ഇന്നലെ തൊട്ട് ഇത് എൻ്റെയും കൂടെ റൂമാണ്. അതുകൊണ്ട് ഈ റൂമിലേക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാനുള്ള എല്ലാ റൈറ്റ്സും തന്നെ പോലെ തന്നെ എനിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു താൻ വിചാരിക്കണ്ട. പിന്നെ തനിക്ക് ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ താൻ വേറെ ഏതെങ്കിലും റൂമിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അലറണ്ട, ഞാൻ പറഞ്ഞതിന് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. വേണമെങ്കിൽ ഡ്രസ്സ് മാറിയിട്ട് താഴേക്ക് ചെല്ലാൻ നോക്ക്, മമ്മി അവിടെ അന്വേഷിക്കുന്നുണ്ടാവും.
നോക്കി പഠിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ ഇവിടെ നിന്ന് ഒരു അടി ഇറങ്ങാൻ പോകുന്നില്ല. ശ്ശേ. എന്നാ പിന്നെ മൂന്ന് നല്ല കുട്ടിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് താഴേക്കല്ല കേട്ടോ. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാവേ മിസ്റ്റർ ഹസ്ബൻഡ്. കുഞ്ഞുസേ, ഇത് നല്ല കുട്ടിയല്ലേ, ഇതും കൂടി കഴിക്കും മോളെ. ദേ നല്ല കുട്ടിയായിട്ട് പറയുന്ന കേക്ക് മോളെ. മമ്മീനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. കുഞ്ഞു, നിനക്ക് എന്താ ഭക്ഷണം കഴിക്കാൻ ഇത്ര മടി? മര്യാദക്ക് കഴിച്ചേ. കിച്ചു ഇങ്ങനെ തന്നെയായിരുന്നു. അവന് ഫുഡ് കഴിക്കാൻ എന്തൊരു മടിയായിരുന്നു എന്നറിയോ? ഇപ്പോഴും മടിയാണ് അവന്. മമ്മി എനിക്കറിയാം. അത് പിന്നെ തന്തയുടെ സ്വഭാവം കുറച്ച് കാണിക്കാതിരിക്കില്ലല്ലോ. തരൂ, മിണ്ടാതിരുന്ന് ഫുഡ് കഴിച്ച്. പപ്പ അവിടെ ഫുഡ് കഴിക്കുമല്ലേ? മമ്മി തരാം, മോള് കഴിച്ചേ. ദേ കുഞ്ഞു, വാശി പിടിക്കല്ലേട്ട് വെറുതെ. മമ്മീനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ നീ. ഇടയ്ക്കിച്ചു മോള് കരയുന്ന കണ്ടില്ലേ? നീ കൊടുക്കടാ അവക്ക് ഫുഡ് എന്നാ. പിന്നെ എനിക്ക് കുട്ടിയൊക്കെ ഫുഡൊന്നും കൊടുക്കാൻ അറിയത്തൊന്നുമില്ല. മമ്മി ഒന്ന് പോയേ, മിന്നു കൊടുക്കുന്നില്ലേ, അവള് കഴിച്ചോളൂ. അതെന്താ നിനക്ക് അറിയാത്തെ? ഇനി അഥവാ അറിയില്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. നീ മരക്ക് കൊച്ചിന് ഫുഡ് കൊടുത്തേ. പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. മമ്മി ഒന്ന് പോയി അവിടുന്ന്. ഡാ കിച്ചു, എന്തൊരു കഷ്ടം ഇത്. മനുഷ്യൻ സമാധാനമായിട്ടൊന്നും ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിക്കില്ലല്ലോ. എനിക്ക് മതി ഫുഡ്, ഞാൻ പോവാ. കഴിച്ചാകുമ്പോ എപ്പോഴാന്ന് വെച്ചാൽ അമ്മയും മോള് വന്നേക്ക് റൂമിലേക്ക്. ഡാ കിച്ചു, ഈ ചെറുക്കനെ കൊണ്ട് ഞാൻ എത്രയെന്ന് വെച്ചാൽ ഇവന് പറഞ്ഞു കൊടുക്കുന്നത്. എത്ര പറഞ്ഞാലും ഇവന് തലയിലേക്ക് കയറില്ലല്ലോ. അത് കുഴപ്പമില്ല മമ്മി, കിച്ചുവേട്ടന് അറിയാത്തോണ്ടല്ലേ. അല്ലട വാവേ, അതേ പപ്പയ്ക്ക് കുഞ്ഞു പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ അറിയില്ല എന്ന്. പപ്പ അത് പഠിച്ചു കഴിയുമ്പോൾ കുഞ്ഞൂസിന് ഭക്ഷണമൊക്കെ വാരിത്തരും കേട്ടോ. ആടാ, അങ്ങനെയാണ്. ഇപ്പം മോ ഫുഡ് കഴിക്കട്ടോ. മമ്മിയുടെ മുത്തിന് മമ്മി ഫുഡ് വാരിത്തരാട്ടോ. മാറങ്ങോട്ടേക്ക്, എന്നെ തൊടണ്ട നീ. അതിന് ഞാൻ എന്ത് ചെയ്ത്? നീയല്ല, നിന്റെ ചേട്ടൻ. നേരത്തെ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. പാവം എൻ്റെ കുഞ്ഞൂസിന് എന്ത് വിഷമമായിട്ടുണ്ടാവും. അതതിന് അവനല്ലേ പറഞ്ഞ. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? നീ എന്നാത്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? എനിക്കൊന്നും കേൾക്കണ്ട. നീ എൻ്റെ അടുത്ത് കിടക്കാൻ വേണ്ട, എന്നെ തൊടയും വേണ്ട. മരക്ക് താഴെ കിടന്നാ മതി. താഴെയാ? എന്റെ ഈശോയെ, മൂഡ് സ്വിങ്സ് എന്നും പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാവോ? കർത്താവേ, ആരെന്ത് ചെയ്താലും ഇവളത് എന്റെ നെഞ്ചത്താണല്ലോ തീർക്കുന്നേ. ഡേ, ഓരോന്ന് പിറുപിറുത്തോണ്ടിരിക്കാതെ മര്യാദ കിടക്കുന്നുണ്ട്. എനിക്ക് ഉറങ്ങണം. അല്ലെങ്കിൽ താഴെ നിന്നുള്ളത് മാറ്റിയിട്ട് റൂമിൽ ചവിട്ടി പുറത്താക്കും ഞാൻ. പിന്നെ വേറെ എവിടെയെങ്കിലും പോയി കിടക്കേണ്ടി വരും. ഓ ഇല്ല, ഉത്തരവ് പോലെ. എന്റെ തലോണി എന്ത്? താഴെ പട്ടി കിടക്കും, ഞാൻ കൗച്ചി കിടക്കത്തോളൂ. എവിടെയെങ്കിലും പോയി കിടക്ക്. ബെഡിലേക്ക് എന്തായാലും ഞാൻ കേട്ടത്തില്ല. ഇതിനൊക്കെ ഒരു ദിവസം ഉണ്ടല്ലോ പിന്നെ എന്റെ കൈ കിട്ടും. കർത്താവേ, എന്ത് വിധീത്, വല്ലാത്ത ചതീത്. ഓ, തരു ഒന്നും മിണ്ടാതെ കിടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ റൂമിൽ നിന്ന് പുറത്തു പോകണം നിനക്ക്? വേണ്ട, നിർത്തി. അവൻ ദേഷ്യപ്പെട്ടെന്നെ അവനോട് പോയി ചൂടായിക്കൂടെ നോക്ക്. ഇവളെന്തിനാ എന്നോട് ചൂടാൻ നിൽക്കുന്നത്? തരു, ഞാൻ എപ്പോഴേ ഉറങ്ങി. കുഞ്ഞു ഒന്ന് ഉറങ്ങട മോളെ. നാളെ ടേക്കറി പോകാന്നുള്ളതല്ലേ മോക്ക്. നീയല്ലേ ഇവിടെ കിടക്കണമെന്ന് പറഞ്ഞതിന്റെ കുഞ്ഞു സേമാരിയൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഗസ്റ്റ് റൂമിൽ പോയി കിടക്കാന്ന്. നമുക്ക് ഇവിടെ കിടക്കുമ്പോൾ എന്തായാലും ഇപ്പൊ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. കാലമാടാൻ അവിടെ എന്തോ വർക്ക് ചെയ്തോണ്ടിരിക്കുക. കാലമാടൊന്നും നിന്റെ കെട്ടിട ചെന്ന് വിളിക്കടി. ആ, കെട്ടിയുടെ തന്നെ ഞാനും വിളിച്ചത്. ഓ, ഇവളെ കൊണ്ട് ഞാൻ മോക്ക് ലൈറ്റ് ഇട്ട് ഉറങ്ങാൻ പറ്റില്ല അല്ലേ? പക്ഷെ നിനക്ക് അങ്ങനെയല്ലോ. നിനക്ക് ലൈറ്റ് വേണമല്ലോ ഉറങ്ങാനായിട്ട്. ലൈറ്റ് ഓഫ് ചെയ്യാൻ നീ സമ്മതിക്കില്ലല്ലോ. നിന്റെ ആ ഒരു സ്വഭാവം കാരണം ഞാൻ എന്തോരം ബുദ്ധിമുട്ടിയിട്ടുണ്ട് പണ്ടൊക്കെ. കുഞ്ഞിലേക്ക് നമ്മൾ ഒരുമിച്ച് കിടക്കുമ്പോഴത്തേക്ക് നിനക്ക് ലൈറ്റ് ഇട്ടാലും ഉറങ്ങാൻ പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ ലൈറ്റ് ഇട്ട് ഉറക്കമേ വരത്തില്ല. നിന്റെ ആ സ്വഭാവം എന്തായാലും കൊച്ചിന് കിട്ടിയിട്ടില്ല അല്ലേ? നല്ല കാര്യം.
അതിനേത് എൻ്റെ മാത്രം കൊച്ചല്ലല്ലോ, അതുകൊണ്ട് തന്നെ എൻ്റെ മാത്രം സ്വഭാവമല്ല അതിന് കിട്ടുന്നത്, അതിന് എൻ്റെ തന്തയുടെ സ്വഭാവം കൂടി കിട്ടുവേ. ബാ നമുക്ക് ഗസ്റ്റ് റൂമിൽ പോയി കിടക്കാം. എത്ര നേരം ഞാൻ നിന്റെ അടുത്ത് പറയുന്നേ. കുഞ്ഞു വെറുതെ വാശി പിടിക്കില്ലേ, ബാ ഗസ്റ്റ് റൂമിലേക്ക് പോവാന്ന്. അത് വേണ്ട, നിങ്ങളോട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടന്നോ. ഞാൻ ഗസ്റ്റ് റൂമിൽ പോയിട്ട് വർക്ക് ചെയ്ത് തീർത്തിട്ട് ഇവിടെ വന്ന് കിടന്നോളാം. ഓ എന്തിനാണ് കുഞ്ഞു കരയണേ? ഓ ഇല്ല കരയണ്ട കേട്ടോ. അതെ മമ്മി ഉണ്ടല്ലോ അടുത്ത്, ഇവിടെ ഉണ്ട് കേട്ടോ മമ്മി, കരയണ്ട കേട്ടോ. ഉറങ്ങിക്കോട്ടോ കുഞ്ഞു. ഓ എന്തൊരു കഷ്ടം, ഇതൊന്നും ഇറങ്ങി പുറത്തേക്ക് എങ്ങാനും പോവും. അതിനെ കൊണ്ട് മനുഷ്യനൊന്ന് കിടന്ന് ഉറങ്ങണം. അതെ കുഞ്ഞുങ്ങളാവുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് രാത്രി എണീറ്റ് കരഞ്ഞെന്നൊക്കെ ഇരിക്കും. അത് സഹിക്കാൻ പറ്റില്ലെങ്കിൽ താനിറങ്ങി പോടോ റൂമിൽ നിന്ന്. ഓ എൻ്റെ കർത്താവേ. ഗുഡ് മോർണിംഗ് കുഞ്ഞാ. ആ നിങ്ങൾ വന്നോ? വാ മക്കളെ ഇരിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അയ്യോ മിന്നുവൊക്കെ വാരി കൊടുക്കുന്നുണ്ട്, എനിക്ക് കൊതിയാവുന്നു. മമ്മി എനിക്കിവിടെ വാരിത്തരോ മമ്മി? പിന്നെ ഒന്ന് പോയിട്ട് അവിടെ നിന്ന് ഭീമക്കുറ്റി പോലെ വളർന്നോ നിനക്ക്. ഇനി ഞാൻ ഭക്ഷണം കൂടി വാരിത്തരാത്തേ കുറവുള്ളൂ. വേണമെങ്കിൽ തന്നെ തരം കഴിക്കടാ. എന്താ മമ്മി, ഒരു ആഗ്രഹം കൊണ്ട് ചോദിച്ചതല്ലേ. പറ്റത്തില്ല, വേണമെങ്കിൽ കഴിച്ചിട്ട് എനിക്ക് പോടാ. പോടുന്നു, എനിക്ക് എൻ്റെ ഏട്ടത്തി തന്നോളൂ. ഏട്ടത്തിയോ? ആ അതെ, മിന്നു ഇപ്പം എൻ്റെ ഏട്ടത്തി കൂടിയാണല്ലോ. എടാ മിന്നു പ്ലീസ് എനിക്കിവിടെ ഒന്ന് വാരി തരോടാ പ്ലീസ്. ആ എൻ്റെ ചക്കര ഏട്ടത്തി അമ്മല്ലേ പ്ലീസ്. അയ്യേ ചെക്കനിരുന്ന് കൊഞ്ചം നോക്ക്. സാരില്ല പപ്പ, അവൻ്റെ ഒരു ആഗ്രഹമല്ല, ഞാൻ കൊടുക്കാം അവന്. അതാണ് എൻ്റെ ഏട്ടത്തി. എന്നാ എനിക്കും വേണം, എനിക്കും കൂടി വരത്താം മിന്നു. പിന്നെ ഒന്ന് പോടി വിടുന്നു, നിനക്ക് 2 കൈ ഉണ്ടല്ലോ, വേണമെങ്കിൽ തന്നെത്താൻ അങ്ങോട്ട് വാരി കഴിച്ചോ. അയ്യേ നീ ചമ്മി പോയേ, നമുക്ക് അങ്ങനെ എന്നോട് ചിന്നു. നീ തുറക്കാട്ട് നോക്ക്, നീ രാത്രി റൂമിലേക്ക് വാട്ടെ, ഞാൻ കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ എൻ്റെ ഉറക്കത്തിനും ഒരു തീരുമാനം. വെരി നൈസ്. എന്റെ തരു വാ തുറക്ക്. ഓ തരാണ മുത്തേ. കിച്ചോട്ടാ ആ വാ തുറന്നേ, ഒരു വായും കൂടി കൈ കിച്ചോട്ടാ. കിച്ചോട്ടാ ഇന്നാ ഇതെന്തുവാ? അപ്പം മുട്ട റോസ്റ്റാ, കിച്ചോട്ടിന്റെ ഫേവറേറ്റ്. രാവിലെ ഇറങ്ങിയപ്പോൾ ഒന്നും കഴിക്കാതെ ഇരിക്കുമല്ലോ വന്നിട്ടുണ്ടാവാ, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കിച്ചോട്ടിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതാ. കഴിക്കണേ മറക്കരുത് കേട്ടോ. ജാക്സൺ ചേട്ടനൊക്കെ കൂടെ കൊടുത്തേക്കട്ടോ, എല്ലാവർക്കും ഉള്ളതുണ്ട്. ഞാൻ എന്നാൽ ക്ലാസ്സിലേക്ക് പോവാണേ. ബൈ, ബ്രേക്കിന് കാണാം. ഡാ കിച്ചു, നീ ഞാൻ പറയുന്ന ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താ പപ്പ? അത് ശരി, നീ അപ്പൊ ഏത് ലോകത്തായിരുന്നു? എടാ ഇന്ന് വൈകിട്ട് ഞാനും സാറമ്മയും പിന്നെ മാത്യസ് അന്നമ്മയും കൂടി US പോവുകയാണെന്ന്, ഒരു ബിസിനസ് ട്രിപ്പ്. അതെന്താ പെട്ടെന്നൊരു ബിസിനസ് ട്രിപ്പ്? ഇന്നലെ എന്നിട്ട് ആരും എന്നോട് ഇതിനെപ്പറ്റിയൊന്നും ഞാൻ ഓഫീസിൽ പോയപ്പോൾ പറഞ്ഞില്ലല്ലോ. അത് പെട്ടെന്ന് എടുത്ത ഡിസിഷനായിരുന്നു. ജാക്സൺ ഇന്നലെ നൈറ്റ് തന്നെ വിളിച്ച് പറയുന്നേ. ഞങ്ങൾ ജാക്സനോടും ജിസുവിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെയും മാത്യൂസിനെയും അന്നമ്മനെയും കോൺടാക്ട് ചെയ്താൽ മതി, നീയും ഇന്നും കുറച്ച് ദിവസത്തേക്ക് ലീവായിരിക്കുമെന്ന്. പിന്നെ ഇപ്പം എന്തിനെങ്കിലും ഒരു ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോമസ് സാറിൻ്റെ കമ്പനിക്ക് US ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നമ്മുടെ ഈ പ്രൊജക്റ്റ് പ്രസൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് സച്ചും വരുന്നുണ്ട് ഞങ്ങളുടെ കൂടെ. നമ്മുടെ ഈ പ്രൊജക്റ്റിന് ബെനിഫിറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൂടുതൽ ഷെയർ ഹോൾഡേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസൻറ്റേഷൻ വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ രണ്ടുപേരുടെയും കമ്പനീസിനെ റിപ്രസെൻറ്റ് ചെയ്ത് ആരെങ്കിലും പോവാതെയും പറ്റില്ല. അല്ല പപ്പ, എന്നാൽ പിന്നെ ഞങ്ങൾ പോവാം, വെറുതെ നിങ്ങൾ കഷ്ടപ്പെട്ട് പോകണ്ടല്ലോ. അതിന് ഞങ്ങൾക്ക് ഇതൊരു കഷ്ടപ്പാടാണെന്ന് ആരാ പറഞ്ഞ എൻ്റെ മിന്നൂസേ? നിങ്ങൾ ഈ പൊസിഷനൊക്കെ ഏറ്റെടുക്കുന്നതിന് മുന്നേ ഞങ്ങൾ തന്നെയാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത്, ബിസിനസ് ട്രിപ്പൊക്കെ പോയിരുന്നതും.
അതന്നെ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ടേ ചായ. നിങ്ങളോട് ഇന്നലെ ചായ പറഞ്ഞതല്ലേ, ഓഫീസിന്റെ പരിസരത്തേക്ക് നിങ്ങളെ രണ്ടിനെയും കാണാനും പാടില്ല, ഓഫീസിൽ നിന്നുള്ള വാക്ക് ഇവിടെ മിണ്ടാൻ പോലും പാടില്ല എന്നുള്ളത്. ഓഫീസ് കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കോളാന്ന് പറഞ്ഞത്. എന്നേക്കുമായിട്ടല്ലല്ലോ, കുറച്ച് ദിവസത്തേക്കല്ലേ. അപ്പം പിന്നെ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ ഫ്രീ ടൈമൊക്കെ ഒന്ന് ഫാമിലി ആയിട്ടൊക്കെ എൻജോയ് ചെയ്യും പിള്ളേരെ. പിന്നെ ബിസിനസ് ട്രിപ്പിൻ്റെ കാര്യം, ശരിക്കും ഈ ചായനും മാത്തച്ചായനും മാത്രം പോകേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ സ്പേസ് തരാമെന്ന് വെച്ചു, അതാ പിന്നെ ഞങ്ങളും കൂടി പോകാമെന്ന് വെച്ചേ. പക്ഷേ ഏറ്റവും വലിയ കാര്യം അതല്ല കേട്ടോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കെട്ടിയന്മാരെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞങ്ങളും കൂടെ പോകുന്നത്. അല്ല മമ്മി, പക്ഷെ പ്രസൻറ്റേഷൻ്റെ കാര്യം ഓർത്ത് മക്കളെ പേടിക്കൊന്നും വേണ്ട, അത് സച്ച് പ്രസൻറ്റ് ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ കൂടെ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മക്കൾക്ക് പറഞ്ഞതെല്ലാം ക്ലിയർ ആയല്ലോ. എന്നാൽ പിന്നെ നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് നിങ്ങളുടെ കപ്പിൾ ടൈമും ഫാമിലി ടൈമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടോ. തരു ചിന്നുനെയും കൊണ്ടും കിച്ചുനെയും മിന്നുനെയും കൊണ്ടും കുഞ്ഞൂസിനെയും കൊണ്ടൊക്കെ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വാ. പിന്നെ കിച്ചു, നീ കുഞ്ഞൂസിനോട് കുറച്ചും കൂടിയൊക്കെ കൂടുതലായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ശ്രമിക്കണം, കേട്ടല്ലോ പറഞ്ഞു? ആ ശരി പപ്പ. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങാം ഓഫീസിലേക്ക്. പോകുന്നതിന് മുന്നേ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. സാറുമോ, നീ എന്നാൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെക്കട്ടോ. എന്നിട്ട് വൈകിട്ട് റെഡി ആയിട്ടിരുന്നു, ഞാൻ വന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ഉടനെ ഇറങ്ങാം എയർപോർട്ടിലേക്ക്. ആ ശരി ചായ. ശരി മക്കളെ, എന്നാൽ പോയിട്ട് വരാട്ടോ. ഡി ചിന്നു, നീ തരുവിനോട് തല്ലുണ്ടാക്കാതൊക്കെ ഇരുന്നോളോട്ടോ. ഓ ശരി എൻ്റെ മമ്മി. മിന്നുമോളെ, കിച്ചുവിനെയും കുഞ്ഞൂസിനെയും പിന്നെ എന്താ ഈ തലതെറിച്ച രണ്ടെണ്ണത്തിനെ നന്നായിട്ട് നോക്കിക്കോളണേ. നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവാ. ഞാൻ നോക്കോളാം പപ്പ, നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വായോ. കുഞ്ഞൂസേ അടങ്ങിയിരുന്നോളോട്ടോ, മമ്മീനും പപ്പേനൊന്നും ബുദ്ധിമുട്ടിക്കരുത്. ശരി, എന്നാ പോവാണേ പിള്ളേരെ. ശരി പപ്പ.